രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ, നിന്റെ മണ്ണറ മണിയറയാക്കണമെങ്കിലോ, നിന്റെ കബർ ജീവിതം സന്തോഷത്തിലാക്കണമെങ്കിലോ, എന്റെ പൊന്നുമോനെ നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകല്ലേടാ ചെറുപ്പക്കാരാ. എന്റെ പൊന്നാര മകൻ കൊടുത്ത ഉപദേശങ്ങളിൽ ഉപദേശമാനെ, നമസ്കാരം മുടക്കരുത്, നമസ്കാര കളയാക്കരുത്, പകുതി പോലും നീ മുടങ്ങാൻ പാടില്ല. 5 നേരം നിസ്കരിച്ച അവരുടെ അദാബുകളെ തൊട്ട് നിനക്ക് രക്ഷ കിട്ടുമെന്ന് മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു എന്റെ പൊന്നാര മകനെ ഉപദേശിച്ചതായി ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമസ്കരിക്കടാ പൊന്നോട്. എന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളുണ്ടല്ലോ, ഉസ്താദേ ജോലിയില്ല, ഉസ്താദേ കടമാട്, ഉസ്താദേ കച്ചവടമില്ല, ഉസ്താദേ സമാധാനമില്ല, വീടിന്റെ അകത്ത് സമാധാനമില്ല, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഒരു പരിഹാരമേ ഉള്ളടാ. നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമേ ഉള്ളൂ. ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും മാറണോ, സർവ്വ പ്രയാസങ്ങളും മാറണോ. ഒരു ദിവസമെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആ പള്ളിയിൽ പോയപ്പോൾ നമസ്കരിച്ചു നോക്കടാ ചെറുപ്പക്കാരാ. ഒരു ദിവസമെങ്കിലും നീ ഒന്ന് നിസ്കരിക്കടാ പൊന്നുമോനെ. നാളത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കടാ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ പോകൂ. ആ പള്ളിക്കകത്തിരുന്ന് വേണം നീ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ. അത് കഴിഞ്ഞ് ഈ കാമത്ത് കൊടുക്കുന്നത് വരെ ആ പള്ളിക്കകത്തിരുന്ന് ദിക്റുകൾ പറയടാ പൊന്നുമോനെ. അവിടെ കാമത്ത് കൊടുത്തു ആമിന്റെ പുറകിൽ പോയി അവരെ തക്ബീറോടുകൂടി നാളത്തെ സുബഹി നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. ഇമാം സലാം ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു, എല്ലാവരും ഇറങ്ങി ഓടുകയാ. നീ ഇറങ്ങി ഓടല്ലോ, നീ ഇറങ്ങി ഓടല്ലോ. ആ പള്ളിയുടെ ഒരു സൈഡിൽ പോയി കലാപനോട് അവിടെ കൊണ്ട് ഖുർആനോട്, അവിടെ കൊണ്ട് ദിക്റുകൾ പറ, അവിടെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യൂ. ഏതുവരെ എന്നറിയുമോ? സൂര്യനുദിക്കുന്നത് വരെ, സൂര്യനുദിക്കുന്നത് വരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ നിങ്ങൾക്ക് ഒരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം വേണോ? നിങ്ങൾക്കൊരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം വേണോ? ഉംറ ചെയ്യണമെങ്കിൽ മക്കത്ത് പോകണമെന്നില്ല, ഇവിടെ ഇരുന്നും ചെയ്യാമണോ? മക്കത്ത് പോയി ഉംറ ചെയ്യണ്ട എന്നല്ല, ഇവിടെ ഇരുന്നിട്ടും നിനക്ക് ഉംറ ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരാ. എങ്ങനെയാണ് ഉംറ ചെയ്ത പ്രതിഫലം കാണുന്നത്? എങ്ങനെയാണ് ഉംറയുടെ പ്രതിഫലം കിട്ടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതേ മുസല്ലയിൽ ഇരുന്ന് ആ ഇരിപ്പിൽ ഇരുന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ, ഇസ്റാഖിന്റെ സമയം വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവിടെ ഇരുന്നു കൊണ്ട് ദിക്ർ പറഞ്ഞു, ഖുർആൻ ഓതി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അതാ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ നീ ആ നിസ്കാരപ്പായിലിരുന്ന് നല്ല കാര്യം ചെയ്താ നിനക്കല്ല ഒരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, സുബഹി നമസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, സുബഹി നമസ്കരിച്ചവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, ഈമാനിന്റെ പ്രകാശം ഉണ്ടാകും, ഈമാനിന്റെ പ്രകാശം ഉണ്ടാകും. അവന്റെ മുഖത്ത് ഒരു ഈമാനിന്റെ ചൈതന്യം കാണാം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീയൊന്നും ചെയ്യല്ലേ, ാത്ത ദിവസം നീ എന്ത് ചെയ്താൽ അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ച് സുബഹിക്കുന്നത് വരെ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകൂ. അല്ലാഹുവേ, നിന്റെ കാര്യങ്ങൾ മുഴുവനും നടക്കുകയാണ്. ബാങ്ക് വിളിച്ചു പോയി നമസ്കരിക്കടാ പൊന്നുമോനെ.